ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മീയകഥകളിൽ നാം വിചാരം ചെയ്യുന്നത് ആത്മീയതയിൽ ദീക്ഷയുടെ പ്രസക്തി. അതെ, നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഗുരുവര്യന്മാരിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതശൈലി, ജീവിതക്രമം, ഇനിയും എങ്ങനെയാണ് ഈ മന്ത്രദീക്ഷയൊക്കെ സ്വീകരിക്കേണ്ടത്, അതെല്ലാവർക്കും സാധ്യമാകുമോ, അല്ലെങ്കിൽ മന്ത്രദീക്ഷയൊക്കെ ജീവിച്ചൊരു ജീവിതശൈലി ചിട്ടപ്പെടുത്തുമ്പോൾ ചിലത് ശ്രദ്ധ തെറ്റിയാൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ, ഇനി ഇതൊക്കെ ആത്മീയതയുള്ളവർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് പറഞ്ഞിരിക്കുന്നതാണോ ഈ ദീക്ഷാ സ്വീകരണം എന്നൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ, കൺഫ്യൂഷൻസ് പ്രത്യേകിച്ച് ഈ ആത്മീയ രംഗങ്ങളിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് പലപ്പോഴും ആത്മീയമായ ശാക്തീകരണം മനുഷ്യനിലുണ്ടാകാത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ദീക്ഷാ സമ്പ്രദായത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ചിട്ടയോടുകൂടിയുള്ള ചിന്തയും വാക്കുകളും പ്രവൃത്തിയും ജീവിതശൈലിയും നയിക്കാനുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കുന്നത് പോലെ നമുക്ക് നല്ല മനോഹരമായൊരു വീട് നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട് അല്ലെങ്കിൽ സ്ഥലമുണ്ട്, ആ രംഗത്തുള്ള ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം നമ്മൾ തേടാറുണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ ആവശ്യമില്ല. എല്ലാ രംഗത്തും അങ്ങനെയല്ലേ. നമുക്ക് ഡ്രൈവിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്, തീവ്രമായ ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ആ രംഗത്തുള്ള ഒരു ഓട്ടോമൊബൈൽ കൺസൾട്ടൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ ആശ്രയിക്കുന്നു. ആദ്യം അവർക്കറിയാം ഏത് വഴിയിലൂടെ നമ്മളെ നയിച്ചു കൊണ്ടുപോയി ലൈസൻസ് എടുത്ത് കയ്യിൽ തന്നെ പിന്നീട് ആ ഒരു ഗുരുവിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ തുടക്കത്തിൽ എപ്പോഴും ഒരു ഗുരുവിനെ തേടിയേ പറ്റൂ. ഇപ്പം അതിന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മെൻറ്റേഴ്സെന്നോ അല്ലെങ്കിൽ കൺസൾട്ടൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു കൺസൾട്ടൻ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു രംഗത്ത്. ഇപ്പം നല്ലോണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അടുത്തത് ഏത് ട്രേഡ് തിരഞ്ഞെടുക്കണം. അതെല്ലാം കഴിഞ്ഞ് ജോലി തേടുന്നവരാണെങ്കിൽ ഒരു കരിയർ കൺസൾട്ടൻറ്റ്, ജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ ലൈഫ് കൺസൾട്ടൻറ്റ്, ലൈഫ് കോച്ച്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ എല്ലാ രംഗത്തും ആദ്യം ഒരു പടവ് കടക്കാൻ ഒരു കൺസൾട്ടൻ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആത്മീയ പാതയിലും ശരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഗുരു സാന്നിധ്യം, ഗുരുവിൽ നിന്നുള്ള ദീക്ഷ, ഗുരു എന്ന് പറയുന്ന അറിവാണ്. ചിലർ സ്വയം തന്നെ മനസ്സിലാക്കി ചിട്ടപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ചൊരു ഒബ്ജക്റ്റായിട്ടുള്ളൊരു വ്യക്തിയിൽ നല്ലാതെ തന്നെ ചിട്ടപ്പെടുത്താം. ഏതായാലും ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതശൈലി ക്രമത്തെ അനുവർത്തിക്കുന്നതിനെ പറയുന്നവരാണ് ദീക്ഷാ സമ്പ്രദായം. എപ്പോഴും ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഒരു പിതാവും മാതാവും എന്ന് പറയുന്നത് പോലെ ഒരച്ഛനും അമ്മയും ഭൗതിക ജീവിതത്തിൽ നമുക്കുണ്ട്. ഇതേപോലെയാണ് ആത്മീയ കാര്യങ്ങളിൽ, ആത്മീയ തലത്തിൽ, ആധ്യാത്മികതയിൽ ഒരു ഗുരുവും വേദവും എന്ന് പറയുന്നു. ഗുരു എന്ന് പറയുന്നത് പ്രകാശം, വെളിച്ചം വിതറുന്ന, നമ്മുടെ അറിവ് കൂടുതൽ പ്രദാനം ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു കൺസൾട്ടൻറ്റ്. ഒപ്പം എന്ത് വേണം? വേദം, കൂടുതൽ അറിവ്. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ്, അറിവാണ്. അതെപ്പോഴും അക്യൂർ ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ടേയിരിക്കുക. ഇത് രണ്ടും ആധ്യാത്മിക വളർച്ചയ്ക്ക് കൂടിയേ തീരും. പലപ്പോഴും നമ്മളൊരു ചെറിയ മുല്ലവള്ളിയൊക്കെ നടുമ്പോൾ അത് പടർന്ന് പന്തലിക്കാൻ തൊട്ടടുത്ത് മറ്റൊരു മരം കൂടി നടാറുണ്ട്. അതിലാണ് പടർന്നു കയറുന്നത്. അപ്പോൾ ആത്മീയ പുരോഗതിക്ക് എപ്പോഴും ഒരു ഗുരു ആവശ്യമുണ്ട്. ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, അജ്ഞത. രു എന്ന് പറഞ്ഞാൽ വെളിച്ചം. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നത് ആരോ അവരാണ് ഗുരുക്കന്മാർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടാകാറുണ്ട്. ഇതിൽ തന്നെ ആദ്യ ഗുരു ഓരോ വ്യക്തികളുടെ ആരാണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, പറയാറുണ്ട്, മാതാ, പിതാ, ഗുരു, ദൈവം. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്, കേട്ടിട്ടുള്ളത്. ആദ്യം മാതാവാണ്. മാതാ, പിതാ, ഗുരു, ദൈവം. തിരിച്ചല്ല, ദൈവം, പിതാ, മാതാ, അങ്ങനല്ല പോകുന്നത്, ഈ ഓർഡറിലാണ്. അപ്പോൾ ആദ്യം ഒരു അറിവ് പകർന്നു തന്നത് ഏതൊരാൾക്കും അമ്മ തന്നെയാണ്. അമ്മ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും അച്ഛനെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും ചൂണ്ടിക്കാണിച്ച് ഉരുവിട്ട് പഠിപ്പിച്ചത് ഇപ്പോൾ ആദ്യ ഗുരു അമ്മയാണ്. ഈ മാതാവ് അച്ഛനെ പോലും പരിചയപ്പെടുന്നു. അച്ഛൻ്റെ പ അല്ല അച്ഛ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു, ഉരുവിട്ട്. അപ്പം മാതാവാണ് പിതാവിനെ പരിചയപ്പെടുന്നു. പിതാവാണ്
ഗുരുക്കന്മാരെ പരിചയപ്പെടുന്നു. നമ്മളൊക്കെ ആദ്യം സ്കൂളുകളിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയത് നമ്മുടെ പിതാക്കന്മാരാണ്, ബഹുഭൂരിപക്ഷം ആൾക്കാരിൽ. അപ്പം മാതാവ് പിതാവിനെ പരിചയപ്പെടുന്നു, പിതാവ് ഗുരുവിനെ പരിചയപ്പെടുന്നു, ഗുരുക്കന്മാർ ദൈവത്തെ പരിചയപ്പെടുന്നു, അറിവിനെ പരിചയപ്പെടുന്നു. ഇതിൽ തന്നെ സദ്ഗുരുക്കന്മാരാണ്, ഗുരുവും സദ്ഗുരുവും ഉണ്ട്. ഏത് അറിവ് തരുന്നവരും ഗുരുക്കന്മാരാണ്. സദ്ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ച് അവരുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കി ബോധ്യം വന്ന കാര്യങ്ങൾ ശിഷ്യർക്ക് പകർന്നു കൊടുക്കുന്നവരാണ് സദ്ഗുരുക്കന്മാർ. അപ്പം ഗുരുവും സദ്ഗുരുവുണ്ട്. അപ്പോൾ ഒരാളുടെ ആധ്യാത്മിക വളർച്ചയിൽ സദ്ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. ആ സദ്ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന അറിവിലൂടെ, വേദത്തിലൂടെ ഒരു വ്യക്തിക്ക് സ്വതന്ത്രനാകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയാറുണ്ട് മർക്കട മാർജാര യോഗം. മർക്കടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിക്കും പറഞ്ഞാൽ കുരങ്ങ്. മാർജാരൻ എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ആദ്യം ശിഷ്യൻ ഗുരുവിനെ അള്ളിപ്പിടിക്കണം, ഇറുകി പിടിക്കണമെന്ന് പറയും. കണ്ടിട്ടില്ലേ? കുരങ്ങ് ചാടി മറിയുമ്പോഴും അതിൻ്റെ കുഞ്ഞ് മാറോട് ചേർന്ന് അള്ളിപ്പിടിച്ച് കിടക്കും. അതിമുറുകെ പിടിക്കണം ഗുരുവിൽ. പിന്നീട് എന്താ സംഭവിക്കുക? ആദ്യം മുറുകെ പിടിച്ചാൽ പിന്നീട് ഗുരു ശിഷ്യനെ തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകും. അറിവ് നമ്മുടെ പുറകെ കൊണ്ടുവരും. മാർജാരണങ്ങളിലെ പൂച്ചയെ കണ്ടിട്ടില്ലേ? പൂച്ച, തള്ളപ്പൂച്ച, കൊച്ചു പൂച്ച കുഞ്ഞുങ്ങളെ കഴുത്തിന് കടിച്ചു പിടിച്ചുകൊണ്ടല്ലേ സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞതുപോലെ, ആദ്യം മാർക്കടൻ്റെ പോലെ ശിഷ്യൻ ഗുരുവിനെ മുറുകെ പിടിച്ചാൽ പിന്നീട് ഗുരു മാർജാരനെ പോലെ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിച്ചുകൊള്ളും. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ പ്രകൃതി ഒരു ഗുരുവാണ്. നമുക്ക് വേണ്ട അറിവുകളും നിർദ്ദേശങ്ങളും പാതകളും കാട്ടിത്തരും. പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഒരു ശിഷ്യന് വേണ്ടത് എന്താണ്? നല്ലൊരു ഗുരുസമാഗമം. അതിലൂടെ മാത്രമേ വളരാൻ സാധ്യമാകുകയുള്ളൂ. പ്രത്യേകിച്ച് ആത്മീയ പാതയിൽ ഈ ഒരു സദ്ഗുരുവിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ, ഒരു ശിഷ്യൻ്റെ ഉള്ളിൽ തീവ്രമായ ഉത്കടമായ ആഗ്രഹം ജനിക്കുമ്പോൾ ആ സത്തയെ അറിയാനുള്ള ആഗ്രഹം, ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും യോജിച്ച രീതിയിലുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തും എന്നുള്ളതാണ്. അവർ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതിനാദ്യം നമ്മുടെ ഉള്ളിൽ ദാഹിച്ച് വലഞ്ഞു നടക്കുന്ന ഒരാൾക്ക് എവിടെയെന്നെങ്കിലും വെള്ളം കിട്ടുമെന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം ആദ്യം ശിഷ്യന് വേണ്ട വളർച്ചയുടെ ആധ്യാത്മിക പാതയിൽ ഒരു ശിഷ്യന് വേണ്ടത് തീവ്രമായ ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹമായി നടക്കുന്ന ഒരു ശിഷ്യന് മാത്രമേ വളരെ ഉത്തമനായ ഒരു ഗുരുവിനെ ലഭ്യമാകുകയുള്ളൂ. പലപ്പോഴും ഭക്തിമാർഗത്തിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്, പലരും ഭക്തരാണ്. പക്ഷേ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഭക്തിയിലോട്ട് എത്തുമ്പോൾ മാത്രമാണ് ശരിയായ രീതിയിൽ ആ വ്യക്തിയിൽ വിനയവും സേവന സംസ്കാരവും ഉണ്ടാകുള്ളൂ. എപ്പോഴും വളർച്ചയുടെ ഒരു പടവാണ് വിനയം എന്ന് പറയുന്നത്. അപ്പം ഭക്തി അല്ലെങ്കിൽ ശരിയായ തലത്തിലോട്ട് ആധ്യാത്മികയിൽ എത്തുന്ന വ്യക്തിയിൽ വിനയം പ്രകടമായി കാണും, ഒപ്പം സേവന മനസ്ഥിതി ഉണ്ടാകും. ഇനിയും അതില്ലാതെ ഒരു ഗുരുവിൻ്റെ സമാഗമം ഇല്ലാതെയും ഭക്തിമാർഗത്തിലൂടെ പോകുന്നവർക്ക് ഭക്തി ആചരിക്കുന്നുണ്ട്, പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അപ്പോൾ എപ്പോഴും ഡ്രൈവിങ് പഠിക്കുന്നത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒരു ആശാൻ്റെ കീഴിൽ ശിക്ഷണം അഭ്യസിച്ചും പോകുമ്പോഴാണല്ലോ ശരിയായ രീതിയിൽ എല്ലാ നിയമങ്ങളും പഠിച്ച്, റോഡ് നിയമങ്ങളും പഠിച്ച് നമുക്ക് നല്ല ധൈര്യത്തോടു കൂടി അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അല്ലാതെയും സ്വയവും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള വ്യത്യാസമാണ് ഒരു ഗുരുവിലൂടെ ആധ്യാത്മികതയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയാനുള്ളത് ഇതിലൊക്കെ ചില ഈ ദീക്ഷാ സ്വീകരണം ഉത്തമനായ ഒരു ഗുരുവിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ചിട്ടയോടുകൂടിയുടെ ജീവിത ശൈലി നമ്മൾ ഗ്രഹാന്തരീക്ഷത്തിൽ തന്നെ നടത്താം. അതിനുവേണ്ടി സന്യാസത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ തലത്തിലും വിജയമുണ്ടാകണമെങ്കിൽ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ചിന്താഗതി, പ്രവർത്തന രീതി, അതോടൊപ്പം മനസ്സിൻ്റെ ശാക്തീകരണം, ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഭൗതിക ജീവിതത്തിലോ അല്ലെ ആധ്യാത്മിക ജീവിതത്തിലോ പുരോഗമനം എന്ന് പറയുന്നത് ഉണ്ടാകാറുള്ളൂ. പലരും കാലങ്ങളായിട്ട് ഒരേപോലെ ജീവിച്ചു പോകുന്നു, യാതൊരു മാറ്റവുമില്ല. കാരണം എന്താ? ഈ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ചില അറിവുകൾ നമ്മൾ നേടുന്നത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടേ പോയിരിക്കണം. അപ്പം അതിന് ആദ്യം ജിജ്ഞാസ, എനിക്ക് വളരണം, അല്ലെ എനിക്ക് ഈ ആത്മീയ പാതയുടെ സയൻസ് അറിയണം എന്നുള്ള ആ വ്യഗ്രതയോടെ നടക്കുമ്പോൾ രണ്ടാമത്തത് ഗുരുസമാഗമമാണ്. ഒരു ഗുരുവിനെ കിട്ടും. ഗുരുവിൻ്റെ അടുത്ത് എത്തിയാൽ തീർച്ചയായിട്ടും ആ ഗുരു കൃത്യമായ രീതിയിലുള്ള ചില സാധനകൾ ചിട്ടപ്പെടുത്തും. സാധന ചിട്ടയോട് ഡെയിലി ചെയ്യാനുള്ളത്.
ഈ സാധന ശിഷ്യർ ചെയ്ത് കഴിയുമ്പോൾ സ്വയം അധ്യയനമാണ്. സ്വയം അധ്യയനം ചെയ്യണം പിന്നീട് വീടുകളിൽ. അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വാധ്യായമാകുന്നത്. ഓരോരോ പടവുകളാണ്. അപ്പം ആദ്യം ജിജ്ഞാസയുണ്ടാവണം, അത് കഴിഞ്ഞാൽ ഗുരുസമാഗമം, ഗുരു സാധന തരുന്നു, സാധന സ്വാധ്യായം ചെയ്യുന്നു ശിഷ്യൻ. സ്വാധ്യായം ചെയ്ത് മുന്നേറുമ്പോഴാണ് അടുത്ത 5ാമത്തെ ഘട്ടം അനുഭവം കിട്ടിത്തുടങ്ങും, സിഗ്നൽ കിട്ടിത്തുടങ്ങും. ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് റിസൾട്ടിൻ്റെ സൂചനകൾ കിട്ടിത്തുടങ്ങും. 5ാമത്തെ അനുഭവം. 6ാമത്തത് എന്താണ്? അനുഭൂതി. എല്ലായിടത്തും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു. ചുറ്റുപാടുമുള്ള ഒന്നും തന്നെ, പ്രതികൂല സാഹചര്യങ്ങളൊന്നും തന്നെ ഈ ആധ്യാത്മിക പാതയിൽ നല്ല പ്രബലമായ വ്യക്തിയെ ഏശില്ല എന്നുള്ളതാണ്. അവരുടെ പരിസരത്ത് പോലും വരില്ല. എന്നാൽ ചുറ്റുപാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കാം. പലപ്പോഴും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പരിസ്ഥിതി മാറിയിട്ട് നമ്മുടെ മനസ്സിൽ മാറണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും സാധ്യമല്ല. ആദ്യം നമ്മുടെ മനസ്ഥിതിയാണ്, മനസ്സിൻ്റെ ബോൾഡ്നെസ്സാണ് ആവശ്യം. അതുണ്ടെങ്കിലോ പരിസ്ഥിതി എത്ര ദുസ്സഹമാണെങ്കിലും അതിനകത്തൂടെ നമുക്ക് പോകാൻ സാധിക്കും. അതിനെന്ത് വേണം? ഈ ആധ്യാത്മിക പാതയിലെ ദീക്ഷ അല്ല ചിട്ട സ്വീകരിച്ചുകൊണ്ട് നയിക്കാൻ സാധിക്കും. അതിനൊരുപാട് ഉപാധികളുണ്ട്. ആധ്യാത്മികതയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മന്ത്രദീക്ഷ സ്വീകരിക്കുന്നവരൊരു ഗുരുവിനെ എടുക്കുന്നു. ആ ഗുരു ചില മന്ത്രങ്ങൾ കൊടുക്കുന്നു. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനനാൽ ത്രായതേ ഇത് മന്ത്ര. ത്രം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നത്, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം മനസ്സിൽ ഗുരു ചില മന്ത്രവാക്കുകൾ കൊടുക്കുന്നു. അത് ഒരു ദിവസം ഇത്ര പ്രാവശ്യം ജപിക്കണമെന്ന് പറയും. അതിനായിട്ട് ജപിക്കാൻ്റെ ഒബ്ജക്റ്റും കൊടുക്കും. നമ്മൾ കണ്ട് ജപമാലകൾ അല്ലേ, എല്ലാ മതങ്ങളിലും ഉപയോഗിക്കണം. ദസ്ബിയുണ്ട് മുസ്ലിം സമുദായത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിൽ കൊന്തയുണ്ട്, ഹൈന്ദവ സമുദായത്തിൽ പലപ്പോഴും 108 മുത്തുകളുള്ള ജപമാല. അത് നമ്മുടെ തുളസിയാകാം, ഇനി അല്ലെങ്കിൽ രുദ്രാക്ഷമാകാം, ചന്ദനമാകാം, അങ്ങനെ പല വിധത്തിലുള്ള ബീഡ്സിൽ മന്ത്രം മനനാൽ ത്രായരി. അപ്പോൾ മറ്റ് ചിന്തകളുടെ എണ്ണത്തെ കുറച്ച് ഒരേ പാതയിലൂടെ മന്ത്രദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ചിട്ടയോടുള്ള ജീവിതം അത് എല്ലാ വ്യക്തികൾക്കും ആവശ്യമാണ്. പ്രത്യേക ഒരു കാറ്റഗറിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആത്മീയ കഥകളിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.